ഇത് നമ്മൾ ഒരു ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ബിരിയാണി. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നാലും നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തിൻ്റെ പേരുകൾ വെച്ചിട്ട് പല വെറൈറ്റിയിലുള്ള ബിരിയാണികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഞ്ഞാലി ബിരിയാണി ആയിരുന്നു. മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളുടെയൊക്കെ അവിടെ അടുത്തുള്ള ഒരു സ്ഥലമാട്ടോ. മാഞ്ഞാലി ബിരിയാണി നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഈ സമയങ്ങളല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വേറൊരു ടൈപ്പ് ബിരിയാണി ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മട്ടൺ ആയതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മസാലയ്ക്ക് പറ്റി കഴിക്കുന്ന റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം വെക്കണം. ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അപ്പോഴായിരിക്കും ആ മട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. എന്നാൽ മാത്രമേ നമ്മൾ ദം ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ അരിയുടെ കൂടെ ഈ മട്ടനും കൂടിയിട്ട് ശരിക്കും വെന്ത് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് ബിരിയാണി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇതും കൂടിയിട്ട് നമ്മുടെ മട്ടൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഇതും കൂടിയിട്ട് ചേർക്കുക. ഇതും കൂടിയിട്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മട്ടൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം മാത്രം മതി കേട്ടോ. കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആകെ ഇങ്ങനെ പിരിഞ്ഞ് കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ ഇതേപോലെ പച്ചപ്പപ്പായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ പച്ചപ്പപ്പായ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ പപ്പായ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് 2 ടീസ്പൂൺ ചേർക്കുക. ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂൺ. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. അതിന് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പപ്പായ ചേർക്കാം. അപ്പോൾ ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ട് നമുക്ക് അരച്ചിട്ട് തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്തിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹൈദരാബാദി ഒതൻറ്റിക് ആയിട്ടുള്ള അവരുടെ ഗരം മസാലയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് 4 കൂട്ടം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ ടൈപ്പ് ഏലക്കായ കേട്ടോ. ഇത് ഞാനിവിടെ ഒരു 14 എടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 എടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ കറിയാമ്പൂ ഞാനിവിടെ ഒരു 12 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട ഇതേപോലത്തെ 2 കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേറെ ഒരു സാധനം കൂടിയിട്ട് മെയിനായിട്ട് വേണം, ഷായ് ജീര അല്ലെങ്കിൽ കാരവേ സീഡ്സ്. ഇതിന് നല്ലൊരു മണം കേട്ടോ. സാധാരണ നമ്മുടെ ജീരകത്തിൻ്റെ പോലെയല്ല, അത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ഇത് 4 കൂട്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ സാധാരണ ഗരം മസാല പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ നമ്മൾ മട്ടണിലേക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടെ. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. അത് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ, ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇങ്ങനെ പഠിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുനാരങ്ങ, പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കുന്നുണ്ട്. 1 2 3 ഒരു 4 ടേബിൾ സ്പൂൺ. അടുത്തത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ. ഇതാട്ടോ ശരിക്കും നമ്മുടെ ഈ ഹൈദരാബാദി ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ചേർത്തത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ. പിന്നെ അടുത്തത് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. സാധാരണ ഈ ഹൈദരാബാദി ബിരിയാണിക്ക് നല്ല എരിവായിരിക്കുമല്ലോ. അപ്പോൾ നല്ല എരിവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കാം. സവോള നമ്മൾ വറുത്തും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കണ്ട. അപ്പോൾ സവോള വറുത്തെടുത്തേക്കണ ഓയിലായിട്ട് ചേർക്കുന്നത്. ഇനി ഞാനിവിടെ 3 സവോള ഇതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും അത് രണ്ടും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പാലിൽ ഒരു 2 നുള്ള് സഫ്രോൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തേക്കാം കേട്ടോ. ഒരു ഇളം ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക.
അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ചേർക്കാനുള്ളതെല്ലാവരും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുറത്താണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വേണം ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മട്ടൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇത് ഞാൻ ഞായറാഴ്ചയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇതിവിടെ തിങ്കളാഴ്ച രാവിലെ നേരം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ 1 കിലോ മട്ടനല്ലേ എടുത്തേക്കുന്നത്. 1 കിലോ മട്ടൻ എടുക്കുമ്പോൾ 1 കിലോ അരി എടുക്കുക, ബസ്മതി റൈസ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 കിലോ. അത് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചേർക്കാം, ഒരു 5 ഏലക്കായ. അതേപോലെ തന്നെ കറിയാമ്പൂ ഒരു 4 ചേർക്കാം. ഇതിലേക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഗരം മസാല പൊടിച്ചപ്പോൾ നമ്മളൊരു ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, ഷായ് ജീര നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ ഈ ജീരകം ചേർക്കണം കേട്ടോ. ഈ ജീരകത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം. ഞാനപ്പോൾ ഇവിടെ 2 ഇത്രയ്ക്കുള്ള കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളിത് മിക്സ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ ഏലക്കായ ഒരു 6 ഏലക്കായ. അതേപോലെ തന്നെ ഒരു 7-8 കറിയാമ്പൂ. ഇത് റെഡി ആക്കിയിട്ട് നമ്മൾ വയ്ക്കുക. ഇനി നമ്മുടെ ചോറ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഊറ്റിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ ഇടാം. അപ്പോൾ ഇനി നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകണ്ട. അപ്പോൾ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരി ഫുള്ളായിട്ട് നമ്മൾ വേവിക്കരുത് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് വേവ് മാത്രമേ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വേവ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടാണ് ബാക്കിയുള്ള വേവ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു 75% മാത്രം വെന്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുമ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടാം. അപ്പോൾ ആദ്യത്തെ ലെയർ ഇടുമ്പോൾ ഒരു 70% വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലെയർ നമ്മൾ കോരിയിട്ട് എടുക്കുമ്പോൾ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 75% അരി വെന്തിട്ടുണ്ടാവും. അങ്ങനെ മുകളിലിടുന്നത് കുറച്ചും കൂടി വേവ് കൂട്ടിയിട്ടിടാം. അടിയിലിടുന്നത് അതിനേക്കാളും ഒരു പൊടിക്ക് വേവ് കുറച്ചിട്ടിടാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർക്കാം. നമ്മൾ റൈസ് ഇവിടെ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ റൈസ് നമ്മൾ നമ്മുടെ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫുള്ളായിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റി അരിപ്പയിൽ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകട്ടെ. ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. സവോള വറുത്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 വലിയ സവോള ഇട്ടാണ് വറുത്തെടുത്തത്. ഇത് ഫുള്ളായിട്ട് ഇടണ്ട. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇപ്പം ഇടാം. കുറച്ച് നമുക്ക് പിന്നെ ബിരിയാണി ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് കഴിക്കുമ്പോൾ കുറേശ്ശെ പ്ലേറ്റിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലിൽ ഒന്നല്ലെങ്കിൽ സഫ്രോൺ മിക്സ് ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ, നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ലെങ്കിൽ സഫ്രോൺ 1/4 കപ്പ് പാൽ മതിയിട്ട്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് പാലിന് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/4 കപ്പ് പാലിടുക. എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോട്ടെ. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരുപാട് നെയ്യ് ചേർക്കണില്ല, ഒരു ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചൊഴിക്കണുള്ളൂ. ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും.
അപ്പോൾ ഈ നമ്മൾ സീൽ ചെയ്ത് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് അലുമിനിയം ഫോയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അലുമിനിയം ഫോയിലില്ല. അപ്പോൾ ഞാൻ മൈദ കുഴച്ചിട്ടാണ് സീൽ ചെയ്യുന്നത്. എന്തായിരുന്നാലും കുഴപ്പമില്ല, നല്ല ടൈറ്റിലിരിക്കണം മാത്രം. കിട്ടി. ഓക്കെ, ശരി. അടപ്പ് വെച്ചിട്ടാണ് നന്നായിട്ട് മുറുക്കി അടയ്ക്കണം കേട്ടോ. നല്ല സീലായിട്ടുണ്ട്. ഈ ആവി പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവില്ല കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് നല്ലതായിട്ട് സീലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഇങ്ങനെയല്ലേ ഇരിക്കണേ, സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്. ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ബിരിയാണി ദമ്മായി വന്നു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ദം ചെയ്യണ പാത്രം നമ്മൾ ഡയറക്റ്റ് നമ്മൾ തീയുടെ മുകളിലേക്ക് വെക്കുക. ഒരു 7-8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കില്ലേ, അതേപോലെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ദോശക്കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശക്കല്ല് എടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല കട്ടി ഉണ്ടാവില്ല, നന്നായിട്ട് ചൂട് നിൽക്കും. ഇപ്പോൾ ദോശക്കല്ലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പാൻ എടുക്കുക. എന്നിട്ട് ആ പാൻ നിങ്ങൾ നന്നായിട്ട് ചൂടാക്കുക. ആ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 7-8 മിനിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ ദം ചെയ്യണം നമ്മുടെ ബിരിയാണി പാത്രം എടുത്തിട്ട് നമ്മൾ ആ പാനിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ആ ചൂടായിട്ട് ഇങ്ങനെ പാനിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചോ ഒരു 5 മിനിറ്റ്. കാരണം നമ്മൾ വേറൊരു പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി പിടിക്കില്ല. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പാത്രം ഒക്കെ അത്യാവശ്യമല്ല നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 1 മണിക്കൂർ വെക്കണം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ അതേപോലെ വയ്ക്കണം കേട്ടോ. ഫസ്റ്റ് അടപ്പത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ട് 1 മണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ കേട്ടോ. നമ്മൾ തുറക്കുമ്പോൾ നന്നായിട്ട് ആവി വരണുണ്ട് കേട്ടോ. ആവി വരണുണ്ടല്ലേ. അപ്പോൾ എങ്ങാനും നിങ്ങൾ തുറക്കുന്ന സമയത്ത് ആവി വരണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കുറച്ച് മൈദ കുഴച്ചിട്ട് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റായിട്ട് തന്നെ മൂടി വയ്ക്കുക. മട്ടൺ നോക്കട്ടെ കേട്ടോ. നമുക്ക് മട്ടൻ്റെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിൽ നോക്കട്ടെ കേട്ടോ. അടിയിലായിരുന്നാലും എന്താ ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ മട്ടൻ്റെ പീസുകളൊക്കെ ഇതേ വരണം. നല്ല ചൂടുണ്ട്. എന്താ എല്ലുമേന്നൊക്കെ എല്ലുമേന്നൊക്കെ നന്നായിട്ട് അതിൻ്റെ മീറ്റ് ഇട്ട് വരണ്ട. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല.
ഇവിടെ അപ്പോൾ നമ്മുടെ മട്ടനായിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മട്ടൻ നല്ല അപ്പം ഇനി ബിരിയാണി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. നോക്കിക്കോ, ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാണ്ട് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം.